നമ്മൾ KFCയിലൊക്കെ പോയാൽ കഴിക്കാറുള്ള ആ ഒരു സ്റ്റൈല് നല്ല ക്രിസ്പി ചിക്കൻ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള പീറ്റ ബ്രെഡും അതുപോലെ മയനീസും ഹോം മെയ്ഡ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ തിന്നായിട്ട് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോട്ടിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ 2 ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം, അതായത് മോര്. ബട്ടർ മിൽക്ക് കയ്യിലില്ലെങ്കിൽ ബട്ടർ മിൽക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടയും അതുപോലെ തന്നെ ഈ ബട്ടർ മിൽക്കും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു കോട്ടിങ് തയ്യാറാക്കണം, അതായത് മൈദയുടെ ഒരു കോട്ടിങ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോവും 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ തരും. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ഉണക്കി പൊടിച്ചത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാർലിക് പൗഡർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരല്പം വെളുത്തുള്ളിയുടെ നീരൊഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ക്രഷ്ഡ് മുളക്, അതായത് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒറിഗാനോവും ബേസിൽ ലീവ്സൊക്കെ എക്സ്ട്രാ ഫ്ലേവറിങ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് ചേർത്താലാണ് നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെയാണ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആദ്യം ഈ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എക്സ്ട്രാ വരുന്ന പൊടികൾ തട്ടിക്കൊടുത്തതിന് ശേഷം മുട്ടയും ബട്ടർ മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിലൊന്ന് മുക്കിയെടുത്ത് വീണ്ടും നമ്മൾ മൈദയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല രീതിയിൽ, നല്ല പുറം ഭാഗമൊക്കെ നല്ല കവറാവുന്ന രീതിയിൽ നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കേണ്ടത്, എങ്കിലേ ചിക്കൻ്റെ ഉൾഭാഗങ്ങളൊക്കെ വെന്ത് വരികയുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചിക്കൻ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡബിൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൈദ ഡബിൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ഫ്രൈ ചെയ്തെടുക്കാവൂ. അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുകയും വേണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് വരികയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ സാധാരണ KFC എന്നൊക്കെ കഴിക്കുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ സ്റ്റൈലിൽ നല്ല ക്രിസ്പി ചിക്കനാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. 2 വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് 2 വശവും ചുവന്ന് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പീറ്റ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മയനീസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മയനീസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഇത് ഹോം മെയ്ഡ് മയനീസാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോട്ട് കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ കെച്ചപ്പാണുള്ളതെങ്കിൽ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മളിത് റാപ്പ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാൻഡ്വിച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീറ്റ ബ്രെഡ് വെച്ച് കൊടുക്കാം, കുബൂസ്. ഈ സോഫ്റ്റ് കുബൂസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് മുകളിലായിട്ടൊരല്പം മയോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1-2 ലെറ്റസ് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് തക്കാളി കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കണം. ഞാനിതൊരു സിമ്പിൾ റാപ്പാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുക. താഴ്ഭാഗവും ഉൾഭാഗത്തേക്ക് മടക്കിയതിന് ശേഷം ഇതുപോലെ ഉൾഭാഗത്തേക്കൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് പേപ്പർ ഇല്ല എങ്കിലും കുഴപ്പമില്ല. ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് റാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പികളുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.